മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 രാഹുവും കേതുവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. രാഹുവിനെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായി സഞ്ചരിക്കുമ്പോൾ ഈ 2 ഗ്രഹങ്ങളും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും ഒരു രാശിയിൽ ഏകദേശം 18 മാസത്തോളം നിൽക്കുന്നതായിരിക്കും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വഭാവങ്ങളും വേറെ വേറെയാണ്. രാഹു മോഹം, മായ എന്നിവ വരാൻ ഇടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത, മോക്ഷം എന്നിവയിലേക്കാണ് നയിക്കുന്നത്. രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അധിപൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏത് ഗ്രഹത്തിനോടൊപ്പം നിൽക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഫലങ്ങളും നൽകുന്നത്. വർഷം 2025 മെയ് 18 വരെ രാഹു നിങ്ങളുടെ 10ാം ഭാവമായ മീനത്തിലും കേതു 4ാം ഭാവമായ കന്നിയിലുമായിരിക്കും നിൽക്കുന്നത്. 10ാം ഭാവത്തിൽ അശുഭഗ്രഹം നിൽക്കുന്നത് കർമ്മരംഗത്ത് കുറച്ച് ഹാർഡ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം രാഹു അശുഭഫലങ്ങൾ നൽകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 10ാം ഭാവം കേന്ദ്രസ്ഥാനമാണ്. രാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രിൻ്റ്, ഇലക്ട്രോണിക് മീഡിയ, ഫാഷൻ ഡിസൈനിങ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ, ഇതെല്ലാം തന്നെ രാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഫീൽഡിലുള്ളവർക്കെല്ലാം സമയം വളരെ നല്ലതായിരിക്കും. കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരുമെങ്കിലും അവസാനം റിസൾട്ടുകൾ വളരെ നല്ലതായിരിക്കും. മെയ് 18 വരെ രാഹു 10ൽ നിൽക്കുന്ന സമയത്ത് രാഹു നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത്. മാർച്ച് 16 രാഹു ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതുവരെ രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് പോസിറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. കാരണം ശനിയും രാഹുവും മിത്രങ്ങളാണ്. ശനിയുടെയും രാഹുവിൻ്റെയും മിത്രരാശിയാണ് മിഥുനം രാശി. മെയ് 18 രാഹു മീനം രാശിയിൽ നിന്നും 9ാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 9ാം ഭാവത്തിൽ മാലഫിഗ്രഹമായ രാഹു നിൽക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത്. ഈ സമയത്ത് പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. അതിനാൽ ഈ സമയത്ത് ഈ വക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കും. 9ൽ രാഹു നിൽക്കുമ്പോൾ നിങ്ങളിൽ ഈശ്വരവിശ്വാസം കുറയുവാൻ സാധ്യതകളുണ്ട്. 9ാം ഭാവം ധർമ്മസ്ഥാനമാണ്. അതിനാൽ ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും. ഇതിനെയെല്ലാം മറികടക്കുകയാണെങ്കിൽ രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങളും കുറയുന്നതായിരിക്കും. അതിനാൽ റെഗുലറായി ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും. ഈ സമയത്ത് ശനിയുടെ രാശിയിലാണല്ലോ രാഹു നിൽക്കുന്നത്, അതായത് 9ാം ഭാവത്തിൽ. ശനി നിൽക്കുന്നത് 10ാം ഭാവമായ മീനത്തിലായിരിക്കും. അത് കാരണം 10ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട്.
ജോബ് ചേഞ്ച് ചെയ്യാനോ ട്രാൻസ്ഫർ ലഭിക്കാനോ ഒക്കെ സാധ്യതകളുണ്ട്. ഇനി കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കേതു മെയ് 18 വരെ നിങ്ങളുടെ 4ാം ഭാവമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത്. 4ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് കുടുംബ സംബന്ധമായ കുറച്ച് ടെൻഷൻ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. മെയ് 18 കേതു നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 3ാം ഭാവത്തിൽ അശുഭഗ്രഹം എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് കേതു നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. ഏത് വിപരീത പരിസ്ഥിതികളെയും നേരിടുവാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉടലെടുക്കുന്നതായിരിക്കും. മാർക്കറ്റിംഗ്, ഫാഷൻ ഡിസൈനിങ്, ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്കും മറ്റും ഈ സമയത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ജൂലൈ 20 കേതു പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ്. പൂരം നക്ഷത്രം ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. ശുക്രൻ നിങ്ങളുടെ 5ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് ഹ്രസ്വദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല പരിവർത്തനങ്ങളും ഈ സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ മെയ് 18 കേതു 3ൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായിരിക്കും. ഇതാണ് രാഹുവും കേതുവും വർഷം 2025 മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.